സംസ്ഥാനത്ത് 4 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണ് മുടങ്ങിക്കിടക്കുന്നത്. കുടിശ്ശിക പെൻഷൻ വിതരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും കുടിശ്ശിക തീർത്ത് ഭാഗികമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു തുടങ്ങി. 4 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളാണ് കുടിശ്ശികയായിട്ടുള്ളതെങ്കിൽ ചില ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനുകൾ 1 വർഷം വരെ കുടിശ്ശികയായിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനാണ് ഏകദേശം 12 മാസത്തെ കുടിശ്ശിക ആയിരിക്കുന്നത്. 1 വർഷമായി കുടിശ്ശികയായി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിനായി സർക്കാർ നിർമ്മാണ ക്ഷേമ ബോർഡിലേക്കുള്ള സെസ് ആഞ്ഞുപിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു പരിധിവരെയെങ്കിലും കൊടുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. സെസ് പിരിവിൽ പ്രതിദിനം ഖജനാവിലേക്ക് 1 കോടി രൂപയിലധികം ഇപ്പോൾ വരുന്നുണ്ട്. സെസ് അടക്കാത്ത ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് റവന്യൂ റിക്കവറി നോട്ടീസും നൽകിക്കൊണ്ടുള്ള നടപടികൾ കർശനമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായി ഊർജിത സെസ് പിരിവാണ് ലേബർ ഓഫീസുകളിൽ നടക്കുന്നത്. സെസ് നിയമം നിലവിൽ വന്ന കാലത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ പട്ടിക പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും ശേഖരിച്ച് തഹസിൽദാർമാരുടെ അനുമതിയോടെയാണ് കെട്ടിട ഉടമകൾക്ക് കത്ത് നൽകുന്നത്. സെസ് പിരിക്കേണ്ടത് സർക്കാരാണെങ്കിലും അടക്കാത്തവർക്ക് 4% പലിശയും ചേർത്ത് വൻ തുകയാണ് ഈ ഇനത്തിൽ ഈടാക്കുന്നത്. നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരാകാത്തവരുടെ സെസ് ലേബർ ഓഫീസുകളിൽ സ്വയം നിർണയിച്ച് തീരുമാനിക്കുകയും ജപ്തി നടപടിക്ക് കളക്ടർ ചുമതലപ്പെടുത്തും എന്ന ഭീഷണിയും അടങ്ങിയ കത്ത് കെട്ടിട ഉടമകൾക്ക് നൽകുന്നുണ്ട്. ഇതോടെ ലേബർ ഓഫീസുകളിലേക്ക് സെസ് അടക്കുവാൻ വരുന്ന കെട്ടിട ഉടമകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ ഇനത്തിൽ സംസ്ഥാനത്താകെ 3000-ന് മുകളിൽ കെട്ടിടങ്ങൾ ജപ്തി ഭീഷണിയിലാണ്. പ്രതിദിനം 5 മുതൽ 10 ലക്ഷം രൂപ വരെ ഓരോ ലേബർ ഓഫീസുകളിലും സെസ്സായി പിരിഞ്ഞു ലഭിക്കുന്നുണ്ട്. 4 ലക്ഷം നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് 1 മാസം 1600 രൂപ വീതം നൽകുന്നതിന് 70 കോടി രൂപയാണ് വേണ്ടത്. ഇത് നിലച്ചിട്ട് 1 വർഷത്തോളം ആവുകയാണ്. മറ്റ് ആനുകൂല്യങ്ങളും നിലവിൽ 2 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. മുൻ വർഷത്തെ മുഴുവൻ കുടിശ്ശികയും തീർക്കുവാൻ 700 കോടി രൂപയാണ് ക്ഷേമനിധി ബോർഡിന് വേണ്ടത്. അതിനു പുറമെ മുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ, ചികിത്സ, വിവാഹ ആനുകൂല്യങ്ങളും നൽകണമെങ്കിൽ പണം വേറെയും വേണം. 20 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേമ ബോർഡിൽ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് വെറും 9 ലക്ഷം പേരാണ് അംശാദായം അടച്ച് അംഗത്വം പുതുക്കുന്നത്. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ 4 ലക്ഷം പെൻഷൻകാർക്കാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. ഇവരുടെ കാര്യം പരിഗണിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്ന് ഭയന്നാണ് ഇപ്പോൾ സെസ് പിരിവ് ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 1 വർഷത്തോളമായി വളരെയധികം ബുദ്ധിമുട്ടിലായിട്ടുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത് തന്നെ കുടിശ്ശികയായ നിർമ്മാണ തൊഴിലാളി പെൻഷൻ്റെ നല്ലൊരു ഭാഗം വിതരണം ചെയ്യുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിന് കൂടുതൽ കടമെടുക്കുവാൻ ജനുവരി 25-ന് സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ഉത്തരവ് ലഭിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ.